സെറ്റ് നല്ല കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി അടിപൊളി പടം കൊള്ളാം. കണ്ടിട്ടുള്ള പടമാണല്ലോ. ഓ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. അത് പണ്ട് കാണാൻ പറ്റിയില്ല, ഇന്ന് കണ്ടത് നല്ല സന്തോഷം. ഓ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയി പോയി. വീണ്ടും മനുഷ്യനെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയി പോയി. +2 പഠിക്കുമ്പോഴാണ് കണ്ടത്. ഇന്ന് മോൻ്റെ കൂടെ കണ്ടു. അടിപൊളിയാണ്. ചാലക്കുടിക്കാരനാണ് ഞാൻ. സോ മണിച്ചേട്ടൻ്റെ സീനാണ് ഭയങ്കര ഐഡിയ പറ്റി. ഞാനിപ്പോഴും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ അന്ന് ചെറുത് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ പറയുക, എല്ലാവരും ലാലേട്ടൻ അഴിഞ്ഞാട്ടം, മുള്ളൻ ചന്ദ്രപ്പൻ, കുറേ ഐക്കോണിക് സീൻസ്, കോമഡി ഡയലോഗ്സ് ആൻഡ് പാട്ട് എല്ലാം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാലേട്ടൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ ചോട്ടാമുമ്പ് എന്ന് പറഞ്ഞാൽ. ഈവൻ നമ്മൾ ടി വിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വേറെ തമാശ സീൻസ് എല്ലാം ആഘോഷമായിരുന്നു. തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ 4K റിലീസ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചു. ലാലേട്ടൻ ഫാൻസിന് എന്താ പറയുക, അപ്പം തുടരും കഴിഞ്ഞു, എമ്പുരാൻ കഴിഞ്ഞു. ഇത് ഒരു റിലാക്സ് ചെയ്യാൻ ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഓ മണിച്ചേട്ടൻ്റെ കിടിലൻ മറ്റേ ആ ഡയലോഗില്ലേ, മറ്റേ നിന്റെ മകനെ ഞാൻ കൊല്ലൊക്കെ, അതൊക്കെ ലൈക്ക് ഐക്കോണിക് ഡയലോഗ്സ്, ഐക്കോണിക് സീൻസ്, പെർഫോമൻസ്. ജഗതി ചേട്ടൻ ഈ പേര് എത്ര, ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു. എന്താ പറയുക, പാമ്പ് ഏതാ നല്ല സൗണ്ടായിരുന്നു. ലൈക്ക് 4K അറ്റ്മോസിൽ നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൗണ്ട് നല്ല ഉണ്ടായിരുന്നു. സോ അറ്റ്മോസിക് ആണെങ്കിൽ 7.1 കണ്ടു കഴിയുമ്പോൾ അറ്റ്മോസിക് കാണാൻ വേണ്ടിയുള്ള നല്ല ഡിഗ്രി ചൂസ് ചെയ്യുക. എന്തായാലും ജസ്റ്റ് ഒന്ന് ആഘോഷിക്കുക. ഒരു എൻ്റർടൈൻമെൻറ്റ് ആഘോഷമാണ് ഇവിടെ. ആ പാട്ട് കേൾക്കാൻ ലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ രസമായിരുന്നു. നമ്മള് രാജൻ പി ദേവാണ് വില്ലൻ. ഓക്കെ, അടിപൊളി പടമായിരുന്നു. ഇഷ്ടം പോലെ ഞങ്ങള് മോഹൻലാൽ ഫാൻസ് ആയതുകൊണ്ട് ഞങ്ങള് പിന്നെ വന്ന് കണ്ട ഫാൻ ഷോയ്ക്ക്, ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കാണുന്നുള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല. പുള്ളി വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കൈയടി പുള്ളി വന്ന സമയത്തായിരുന്നു, കലാമണി 2ാമത് വന്ന സമയത്ത്. താങ്ക് യു. അടിപൊളി നൈസോടാണ്. നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഈ സിനിമ. അപ്പം ഇപ്പം റിലീസ് വന്നപ്പോൾ കാണാൻ പറ്റി. പ്രത്യേകിച്ച് നമുക്ക് കൊച്ചിക്കാരൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാമല്ല. കൊച്ചി ബേസ്ഡ് സിനിമയും കൂടിയാണ്. അതെ, പടം നൈസാണ്. എല്ലാം കൊള്ളാം. പിന്നെ അടിപൊളിയാണ്. ഹൈലൈറ്റ് എപ്പോഴും ലാലേട്ടൻ തന്നെയാണല്ലോ. പിന്നെ മണിച്ചേട്ടനെയൊക്കെ ഒന്നും കൂടി കാണാൻ പറ്റി. പിന്നെ നൈസാണ്. പിന്നെ ഇപ്പോഴും ആ സിനിമയിലുണ്ടായിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരെയൊക്കെ ഒന്ന് നമുക്ക് ഓർക്കാനും അവരെ പിന്നെയും സ്ക്രീനിൽ കാണാൻ പറ്റിയത് സന്തോഷമുള്ളൊരു കാര്യമാണ്. നൈസായിട്ടുണ്ട്. നമുക്ക് അന്ന് കാണാൻ അന്ന് നമ്മൾ ടി വിയിലേക്കുള്ള കണ്ടേക്കണം, തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അത് 2007 അങ്ങോട്ട് ഇറങ്ങി റിലീസ് ചെയ്ത പടമാണല്ലോ. ആ സമയത്ത് ഇപ്പോൾ പഠിക്കണ സമയമാണ്, പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റിയതിൽ വളരെ ഒരു അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന കാര്യങ്ങളാണല്ലോ ഈ സിനിമ. ഒരു 100 തവണ റിപ്പീറ്റായി കണ്ടിട്ടുണ്ടാവും. 2007 എനിക്കെന്തോ 10 വയസ്സോ 11 വയസ്സോ എന്തോ ഉള്ളൂ. ആ പ്രായത്തിൽ കണ്ട ഒരു സിനിമ, അന്ന് ബിഗ് സ്ക്രീനിൽ മിസ്സായൊരു സിനിമ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും മനസ്സിൽ തോന്നും, ഈ സിനിമ എപ്പോഴെങ്കിലും തിയേറ്ററിൽ കാണണം, ഒരു ഫാൻസിൻ്റെ ഒപ്പം വരുന്ന ഒരു നല്ലൊരു ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണണമെന്നല്ല. അപ്പോൾ അത് നടന്നപ്പോൾ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു നമുക്ക്. ആ എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ സിനിമ രാജമാണിക്യം മലയാളത്തിലെ ബെസ്റ്റ് എൻ്റർടൈനേഴ്സാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു വൈബിലിരുന്ന് കാണാൻ പറ്റണമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അത് നടന്നപ്പോൾ ഒരു നല്ലൊരു ആശ്വാസം, നല്ലൊരു സന്തോഷം. ആ പാട്ടുകളും മോഹൻലാലിൻ്റെ ആ കോമഡി ആയാലും പിന്നെ ആക്ഷൻ സീൻസും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണിച്ചേട്ടൻ നമ്മൾ മിസ്സായെങ്കിലും നമ്മളിപ്പോഴും ഓർക്കുന്നൊരു നടനാണ്. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ക്യാരക്ടറാണ് നടേശൻ എന്നൊരു ഇത്. ഡയലോഗ് ആയാലും ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം സൂപ്പറാണ്. അത് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഇൻട്രോയ്ക്ക് തന്നെ ആ കയ്യടി കിട്ടി നമുക്ക് മനസ്സിലാവും. നായകന് കിട്ടി അതേ കയ്യടി വില്ലനും കിട്ടി. അതാണ് ആ ഒരു പവർഫുൾ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത്. അത് നല്ലൊരു ഇതായിരുന്നു. നമുക്ക് മണിച്ചേട്ടനെ എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണത്. ഇത് 4K ഈ പടം അത്രയ്ക്കൊരു പഴയ പടമല്ല. അതുകൊണ്ട് തന്നെ റീമാസ്റ്റർ ചെയ്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി വ്യത്യാസം തോന്നിയില്ല. അത് അത്രയ്ക്ക് ഒരു ദേവദൂതൻ മണിച്ചിത്രത്താഴൊക്കെ പഴയൊരു സിനിമയാണ്. ഇത് അത്രയും ഒരു വ്യത്യാസമില്ല. മ്യൂസിക് ആണെങ്കിലും ഒരു അഡീഷണലി അധികമൊന്നും ആഡ് ചെയ്തിട്ടില്ല. സിനിമയിൽ ഉള്ളത് എന്താണോ അതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ എടുത്ത് പറയാൻ പഴയ ഒരു പോരായ്മയായിട്ട് പറയാൻ ഒന്നും തന്നില്ല. പ്രിന്റിൻ്റെ ക്വാളിറ്റി വൈസിൽ എല്ലാം കൂടെ ഓക്കെ ആയിരുന്നു പടം. എങ്ങനെയുണ്ട് 4K എക്സ്പീരിയൻസ്? സമ്മതിച്ചിടത്തോളം വളരെ ഗംഭീരം എന്ന് പറഞ്ഞാൽ ആദ്യത്തിനെക്കാട്ടി 2007 പൊളിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ ലാലേട്ടനും എല്ലാവരും തമാശ കൊണ്ട് ജനങ്ങളെന്ന് നിറഞ്ഞ് കൈയടിക്കണ. അന്നൊന്നും തിയേറ്ററിൽ കാണാനുള്ള നമുക്ക് ടിക്കറ്റ് പോലും കിട്ടിയില്ല. ദിവസങ്ങളോളം വന്ന് കാവലി കിടന്നിട്ട് പോലും ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ ഇന്നും എൻ്റെ നാട് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നിട്ട് പോലും
എനിക്ക് ടിക്കറ്റ് ജസ്റ്റ് കിട്ടിയതാണ്. അതിൽ വളരെ പ്രതീക്ഷയോടായിട്ടാണ് രാവിലെ ഇറങ്ങിയത്, ഇന്നലെ രാത്രി ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഈ എറണാകുളത്തിൻ്റെ മണ്ണിൽ സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ മണ്ണിൽ എനിക്ക് ഈ വേഷം ഇട്ടിരിക്കാൻ ഈശ്വരൻ തന്ന അനുഗ്രഹത്തിന് വളരെ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടും എനിക്ക് വളരെ പ്രചോദനമാകുന്നു. അതുപോലെ തന്നെ എന്നെ ഒരുപാട് പേര് അംഗീകരിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമായി. കാര്യം എന്ന് പറയുമ്പോൾ മെനക്കെട്ട് വന്ന് ഉറക്കമൊഴിഞ്ഞിട്ടാണ് ഉറങ്ങാതെ ടിക്കറ്റ് കിട്ടി. സിനിമയോടും അല്ലേ ഈ ഇപ്പൊ നമ്മൾ ജനങ്ങൾ ഇത്ര ആസ്വദിച്ച് കാണുന്നെങ്കിൽ അല്ലേ എല്ലായിടത്തും ഹൗസ്ഫുൾ ആയി. അതെ തീർച്ചയായിട്ടും. നമ്മുടെ മണിച്ചേട്ടന്റെ പ്രസൻസ് ഒക്കെ മണിച്ചേട്ടൻ അത്യുഗ്രം. ജനങ്ങളിൽ എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. മണിച്ചേട്ടൻ്റെ സീൻ വന്നപ്പോൾ എണീറ്റ് നിന്നാണ് കൈയടിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇല്ലാത്ത ഒരു സൈലന്റ് വില്ലൻ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു വില്ലൻ. അതേ ഒരു അലർച്ചയില്ല, സൈലൻ്റായിട്ട് കൊണ്ടുപോകുന്ന ആ പുള്ളിയുടെ ആ മുറുക്കുന്ന ഒരു സീനുണ്ടല്ലോ, മുറുക്കാൻ ചവയ്ക്കുന്ന സീനിൽ തന്നെ ഒരു വില്ലൻ്റെ ആ കാടിൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം ഈ നാട്ടിൽ വന്ന്. പ്രത്യേകിച്ച് സന്തോഷം എന്ന് പറയുന്നാൽ ഈ എറണാകുളത്തിൻ്റെ മണ്ണിൽ ഷൂട്ട് ചെയ്ത സിനിമ ആയതുകൊണ്ടും എനിക്കിവിടെ വരാനും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന്, ഞാൻ നെയ്യാറ്റിൻകരക്കാരനാണ്, ബാലരാമപുരം. എനിക്ക് ഈ മണ്ണിൽ വന്ന് സിനിമ കാണാനുള്ള ഭാഗ്യം കിട്ടി. ഇവിടെ വന്നിട്ട് 7 മണിയപ്പോൾ ഇവിടെ വന്നു. 7 മണിക്ക് സെക്യൂരിറ്റിക്കാരൊക്കെ എന്നെ വഴക്ക് പറയുന്നു, എന്തിനാ സമയമ്പോൾ കയറിയാൽ മതി. എനിക്ക് ടെൻഷനാണ്, ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള. അങ്ങനെ അവർക്ക് എന്നെ ടിക്കറ്റ് കിട്ടിയ ഭാഗ്യം. ഈ വേഷം ഇട്ടുകൊണ്ട് കിട്ടിയതല്ല, 2 പേരെ കണ്ട മിസ്സായിപ്പോയി. അതിൽ കയറിയതാണ്, 2 പേരെ ലീവിൽ കയറുന്നത് പോലെ കയറിയതാണ്. എന്തായാലും വളരെ സന്തോഷം. തിയേറ്ററിൽ നിറഞ്ഞ ചിരിയും കൈയടിയും. വളരെയധികം സന്തോഷം. ഓക്കെ.